ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം 119 സങ്കീർത്തനമാണ്. സങ്കീർത്തനം 119 ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായമാണ്. ഇതിലാകെ 176 വാക്യങ്ങളുണ്ട്. മിക്കവാറും ഓരോ വാക്യവും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ന്യായപ്രമാണം, സാക്ഷ്യങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, പ്രമാണങ്ങൾ, വാഗ്ദത്തങ്ങൾ എന്നിവയെക്കുറിച്ച്. സങ്കീർത്തനം 119 ഒന്ന് രാജാക്കന്മാരോടൊപ്പം വായിക്കുമ്പോൾ വളരെ അർത്ഥവത്തായ ഒരു ബന്ധം നമുക്ക് കാണാൻ കഴിയും. ഒരു രാജാവും ഒരു ജനതയും ദൈവവചനത്തെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് ഒന്ന് രാജാക്കന്മാർ കാണിച്ചു തരുന്നു. അതേസമയം ഒരു വിശ്വാസിയുടെ വ്യക്തിജീവിതത്തിൽ ദൈവവചനത്തിന് എന്തായിരിക്കണം സ്ഥാനമെന്ന് സങ്കീർത്തനം 119 നമുക്ക് കാണിച്ചു തരുന്നു. ഒന്ന് രാജാക്കന്മാരിൽ ശലോമോൻ തൻ്റെ ഭരണത്തിൻ്റെ ആരംഭത്തിൽ ജ്ഞാനത്തോടും ദൈവത്തിലുള്ള ആശ്രയത്തോടും കൂടെയാണ് തുടങ്ങുന്നത്. എന്നാൽ പിന്നീട് അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ശലോമോൻ അവസാനം നിലനിർത്താൻ കഴിയാതെ പോയ അതേ കാര്യം സങ്കീർത്തനം 119 വീണ്ടും വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു. ദൈവവചനത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ഹൃദയം. സങ്കീർത്തനം 119 തിരുവചനത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളുടെ ഒരു സമാഹാരം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങൾക്കും ദൈവവചനം മതിയാകുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളുടെ സാക്ഷ്യമാണിത്. സങ്കീർത്തനക്കാരൻ ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് താൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ ദിശ ആവശ്യമായിരുന്നപ്പോൾ, കഷ്ടതയിൽ ആശ്വാസം ആവശ്യമായിരുന്നപ്പോൾ, ശത്രുക്കളാൽ ചുറ്റപ്പെട്ടപ്പോൾ, വ്യാജമായി കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടപ്പോൾ, ഏകാന്തനായിരുന്നപ്പോൾ, പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ആശയക്കുഴപ്പത്തിലായപ്പോൾ, നിരുത്സാഹപ്പെട്ടപ്പോൾ, ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ, ആത്മീയ ഉണർവിനായി ദാഹിച്ചപ്പോൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലാണ്. സങ്കീർത്തനം 119 105 കാണുന്ന ഒരു മഹത്തായ വിഷയം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. കാലിനൊരു ദീപവും പാതയ്ക്കൊരു പ്രകാശവും. ദൈവവചനം എല്ലായ്പ്പോഴും നമ്മുടെ യാത്ര മുഴുവനും ഒരുമിച്ച് കാണിച്ചു തരണമെന്നില്ല. ചിലപ്പോൾ അടുത്ത ഒരു ചുവട് വയ്ക്കുവാൻ ആവശ്യമായത്ര മാത്രം വെളിച്ചം അത് നൽകുന്നു. സങ്കീർത്തനക്കാരൻ എനിക്ക് വചനമറിയാം എന്ന് മാത്രമല്ല പറയുന്നത്. അവൻ പറയുന്നു, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നു, ഞാൻ നിൻ്റെ ചട്ടങ്ങളെ ധ്യാനിക്കും, ഞാൻ നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, ഞാൻ നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനം 119 നമ്മെ നയിക്കുന്നത് വചനം അറിയുക എന്നും അതിൽ നിന്ന് വചനത്തെ സ്നേഹിക്കുക എന്നും തുടർന്ന് വചനം ധ്യാനിക്കുക എന്നും വചനമനുസരിക്കുക എന്നും വചനമനുസരിച്ച് ജീവിക്കുക എന്ന ക്രമത്തിലേക്കാണ്. നമ്മുടെ കൈകളിൽ ബൈബിൾ ഉണ്ടോ എന്നതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ എന്നതാണ്. സങ്കീർത്തനം 119:11 പറയുന്നു, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വചനം പാപത്തിനെതിരായ ഒരു സംരക്ഷണമായി മാറുന്നു. ഇത് സങ്കീർത്തനം 119 ഒന്ന് രാജാക്കന്മാരുമായി ബന്ധിപ്പിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ശലോമോന് അസാധാരണമായ ജ്ഞാനമുണ്ടായിരുന്നു. അവന് ദൈവാലയം ഉണ്ടായിരുന്നു, സമ്പത്തും സ്വാധീനവും ഉണ്ടായിരുന്നു. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിരുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അവൻ അറിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഒന്ന് രാജാക്കന്മാർ 11 അധ്യായം പറയുന്നത് ശലോമോൻ്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകന്നുപോയി എന്നാണ്. ഇത് വളരെ ഗൗരവമുള്ള ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. ഒരു വ്യക്തിക്ക് അനുസരണയില്ലാത്ത അറിവ്, അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത സ്ഥാനം, വിശ്വസ്തതയില്ലാത്ത അനുഗ്രഹം, സമർപ്പിക്കപ്പെട്ട ഹൃദയമില്ലാത്ത ജ്ഞാനം ഉണ്ടാകാം. എന്നാൽ സങ്കീർത്തനം 119 അതിന് പരിഹാരം നൽകുന്നു. ദൈവവചനം നിരന്തരം നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തണം. ശലോമോൻ്റെ പിൽക്കാല ജീവിതത്തിലെ പ്രശ്നം ദൈവം സംസാരിക്കുന്നത് നിർത്തിയതല്ല, ദൈവം അരുളി ചെയ്തതനുസരിച്ച് വിശ്വസ്തമായി നടക്കുന്നത് ശലോമോൻ നിർത്തിയതാണ് പ്രശ്നം. ഒന്ന് രാജാക്കന്മാർ 2 നിന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു ബന്ധം, ശലോമോൻ രാജാവാകുന്നതിന് മുൻപ് ദാവീദ് അവനൊരു നിർദ്ദേശം നൽകുന്നു. നിൻ്റെ ദൈവമായ യഹോവയുടെ കാര്യം പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടക്കുകയും അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുകയും ചെയ്യുക. ദാവീദിൻ്റെ സന്ദേശം അടിസ്ഥാനപരമായി ഇതായിരുന്നു, ദൈവവചനം നിൻ്റെ രാജ്യത്വത്തെ നിയന്ത്രിക്കട്ടെ. ഇതാണ് സങ്കീർത്തനം 119 ഹൃദയവും. സങ്കീർത്തനം 119:9 ചോദിക്കുന്നു, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? അതിൻ്റെ ഉത്തരം നൽകിയിരിക്കുന്നത് നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇസ്രായേലിനെ ഭരിക്കാൻ ശലോമോന് ജ്ഞാനം ആവശ്യമായിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ശലോമോനെ ഭരിക്കാൻ ദൈവവചനം ആവശ്യമായിരുന്നു. അതിലാണ് വ്യത്യാസം. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നു, കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ. എന്നാൽ സങ്കീർത്തനം 119 നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ്, കർത്താവെ അങ്ങയുടെ വചനം അനുസരിക്കുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. കാരണം അനുസരണയില്ലാത്ത ജ്ഞാനം ഒടുവിൽ അപകടകരമായി മാറാം. സങ്കീർത്തനം 119:105 പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു.
ഇത് ശലോമോൻ്റെ ആദ്യകാല ജീവിതവുമായി മനോഹരമായി ബന്ധിപ്പിക്കാം. 1 രാജാക്കന്മാർ 3 ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് നിന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ വിവേകമുള്ള ഹൃദയം ആയിരുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു. മനുഷ്യൻ്റെ കഴിവുകൊണ്ട് മാത്രം ദൈവജനത്തെ നയിക്കാൻ കഴിയില്ലെന്ന് ശലോമോൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഒരിക്കൽ ജ്ഞാനം ലഭിച്ചതുകൊണ്ട് മാത്രം പോരാ, ദൈവവചനത്തിൽ തുടർന്നും നടക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവവചനം നയിക്കേണ്ടത് നമ്മുടെ കുടുംബ തീരുമാനങ്ങളെ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ സംസാരത്തെ, നമ്മുടെ സമയത്തിൻ്റെ ഉപയോഗത്തെ, നമ്മുടെ ധാർമ്മിക തീരുമാനങ്ങളെ, നമ്മുടെ മുൻഗണനകളെ. നാം ഒരിക്കലും എനിക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് എന്ന് മാത്രം ചോദിക്കരുത്. പകരം ചോദിക്കണം ദൈവവചനം എന്താണ് പറയുന്നത് എന്ന്. സങ്കീർത്തനം 119 മറ്റൊരു മനോഹരമായ സവിശേഷത ദൈവത്തിൻ്റെ തിരുത്തലിനെ സങ്കീർത്തനക്കാരൻ ശിക്ഷയായി മാത്രം കാണുന്നില്ല എന്നതാണ്. 67 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ കഷ്ടതയിലാകും മുൻപേ തെറ്റിപ്പോയിരുന്നു, ഇപ്പോഴോ ഞാൻ നിൻ്റെ വചനം പ്രമാണിക്കുന്നു. 71 വാക്യത്തിൽ ഞാൻ കഷ്ടത അനുഭവിച്ചതെനിക്ക് നന്നായി, നിൻ്റെ ചട്ടങ്ങളെ പഠിക്കേണ്ടതിന് അത് ഇടയായി. ദൈവവചനം തിരുത്തൽ കൊണ്ടുവരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോ തെറ്റായിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ചില സാഹചര്യങ്ങളെ അനുവദിക്കുന്നു. ചിലപ്പോൾ തിരുവചനം നമ്മെ നേരിട്ട് അഭിമുഖീകരിക്കുന്നു. ചിലപ്പോൾ ഒരു പ്രസംഗം നമ്മെ അസ്വസ്ഥരാക്കുന്നു. ചിലപ്പോൾ നാം സമർപ്പിക്കാൻ ആഗ്രഹിക്കാത്തൊരു മേഖലയിൽ ദൈവം തൻ്റെ വിരൽ വയ്ക്കുന്നു. എന്നാൽ ആത്മീകമായി പക്വതയുള്ളൊരു വിശ്വാസി ഇങ്ങനെ പറയുന്നു: കർത്താവെ, അങ്ങയുടെ വചനത്തിലൂടെ എന്നെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, അങ്ങയുടെ വചനത്തിലൂടെ എന്നെ തിരുത്തുകയും ചെയ്യണമേ. ഓരോ ക്രിസ്ത്യാനിക്കും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനം 119 കഷ്ടത അനുഭവിക്കുന്ന ഒരാളുടെ സാക്ഷ്യം കൂടിയാണ്. വീണ്ടും വീണ്ടും അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. എന്നാൽ ഓരോ തവണയും അവൻ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നു. 50 വാക്യം: എൻ്റെ കഷ്ടതയിൽ എനിക്കുള്ള ആശ്വാസം ഇതത്രേ, എൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. വിശ്വാസികൾ ഒരിക്കലും കഷ്ടത അനുഭവിക്കുകയില്ലെന്ന് ദൈവവചനം വാഗ്ദാനം ചെയ്യുന്നില്ല. പകരം കഷ്ടതയുടെ നടുവിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒന്നിനെ അത് നൽകുന്നു. സാഹചര്യങ്ങൾ പറയുമ്പോൾ പ്രത്യാശയില്ല. ദൈവവചനം പറയുന്നു യഹോവയ്ക്കായി കാത്തിരിക്കുക. ഭയം പറയുന്നത് നീ തനിച്ചാണ്. എന്നാൽ ദൈവവചനം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരാജയം പറയുന്നത് എല്ലാം അവസാനിച്ചുവെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും ദൈവവചനത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയും. 165 വാക്യത്തിൽ നിൻ്റെ ന്യായപ്രമാണത്തെ സ്നേഹിക്കുന്നവർക്ക് വലിയ സമാധാനമുണ്ട്, അവർക്ക് ഇടർച്ചയൊന്നും ഉണ്ടാകുകയില്ല. ഇതിനർത്ഥം ആ വ്യക്തിക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ഉണ്ടായിരിക്കുമെന്നല്ല. അതിനർത്ഥം സാഹചര്യങ്ങൾക്ക് എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്ത ഒരു ആന്തരിക അടിസ്ഥാനം അവനുണ്ട് എന്നതാണ്. ശലോമോനെ നോക്കുക. അവൻ്റെ രാജ്യം സമൃദ്ധമായിരുന്നു, അവൻ്റെ ദൈവാലയം മഹത്തായിരുന്നു, അവൻ്റെ ജ്ഞാനം പ്രസിദ്ധമായിരുന്നു. എന്നാൽ സമൃദ്ധി മാത്രം ആത്മീയ സ്ഥിരത ഉറപ്പാക്കുന്നില്ല. ദൈവവചനത്തെ സ്നേഹിക്കുന്നതിലാണ് യഥാർത്ഥ സ്ഥിരതയെന്ന് സങ്കീർത്തനം 119 നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആത്മീയ അടിസ്ഥാനം എല്ലാം നന്നായി നടക്കുന്നു എന്നായിരിക്കരുത്. പകരം എല്ലാം നന്നായി നടക്കാത്തപ്പോഴും ദൈവവചനം സത്യമാണ് എന്നതായിരിക്കണം. സങ്കീർത്തനം 119 നമ്മെ തിരുവചനവുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിശോധിക്കാൻ വെല്ലുവിളിക്കുന്നു. നാം ബൈബിൾ വായന പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി മാത്രമാണോ ബൈബിൾ വായിക്കുന്നത്? അതോ ബൈബിൾ നമ്മെ മാറ്റാൻ അനുവദിക്കുകയാണോ? വചനം വായിക്കുന്നതും വചനം അനുസരിച്ച് ജീവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വാക്യങ്ങൾ അറിയുന്നതും വാക്യങ്ങൾ അനുസരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വചനം പ്രസംഗിക്കുന്നതും വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴും വ്യക്തിപരമായി ദൈവവചനത്തെ അവഗണിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സങ്കീർത്തനം 119 ഇത്ര വ്യക്തിപരമായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും പറയുന്നു: ഞാൻ ചെയ്യും, ഞാൻ പ്രമാണിക്കും, ഞാൻ ധ്യാനിക്കും, ഞാൻ സന്തോഷിക്കും, ഞാൻ അനുസരിക്കും, ഞാൻ മറക്കുകയില്ല, ഞാൻ നടക്കും. വചനം ഒരു വ്യക്തിപരമായ പ്രതിബദ്ധതയായി മാറണം. ശലോമോൻ്റെ കഥ നമ്മെ ഗൗരവമുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു. ശലോമോൻ നന്നായി ആരംഭിച്ചു. അവൻ ജ്ഞാനം ചോദിച്ചു, അവൻ ദൈവാലയം പണിതു. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ അനുഭവിച്ചു. 1 രാജാക്കന്മാർ 11:4 പറയുന്നത്, അവൻ്റെ ഭാര്യമാർ അന്യദൈവങ്ങളെ പിന്തുടരേണ്ടതിന് അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. അവൻ്റെ ഹൃദയം തൻ്റെ ദൈവമായ യഹോവയോടുകൂടെ പൂർണ്ണമായിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? അവൻ്റെ ഹൃദയം ക്രമേണ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആത്മീയ തകർച്ച പലപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സാധാരണയായി ആളുകൾ പെട്ടെന്ന് ദൈവത്തെ ഉപേക്ഷിക്കുന്നില്ല. അത് ചെറിയ വിട്ടുവീഴ്ചകളിലൂടെയാണ് ആരംഭിക്കുന്നത്. അല്പം അനുസരണക്കേട്, അവഗണിക്കപ്പെട്ട പ്രാർത്ഥനാ ജീവിതം, തിരുവചനത്തോട് കുറഞ്ഞു വരുന്ന വിശപ്പ്, ദൈവം വിലക്കിയ ഒരു കാര്യത്തോടുള്ള സഹിഷ്ണുത, നമ്മുടെ ദൈവഭക്തിയെ ദുർബലപ്പെടുത്തുന്ന ഒരു ബന്ധം, അനുസരണത്തേക്കാൾ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു അനുഗ്രഹം. സങ്കീർത്തനം 119 ഇതിന് വിപരീതമായ ഒരു ദിശ നമുക്ക് കാണിച്ചു തരുന്നു.
എൻ്റെ ഹൃദയത്തെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്കും ദുരാഗ്രഹത്തിലേക്കല്ലാതെയും ചായിക്കണമേ. 36 വാക്യം. പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം കർത്താവെ എൻ്റെ സാഹചര്യങ്ങളെ മാറ്റണമേ എന്നതല്ല, മറിച്ച് കർത്താവെ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ വചനത്തിലേക്ക് നയിക്കണമേ എന്നുള്ളതായിരിക്കണം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ 2 ചോദ്യങ്ങൾ. 1, ദൈവവചനം എൻ്റെ ജീവിതത്തെ നയിക്കുന്നുണ്ടോ, അതോ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരം മാത്രം നൽകുന്നുണ്ടോ? 2, എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് ഒടുവിൽ എൻ്റെ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കുന്നത്. സങ്കീർത്തനം 119 1 രാജാക്കന്മാരും ഒരുമിച്ച് നമുക്ക് ശക്തമായ ഒരു ആത്മീയ പാഠം നൽകുന്നു. 1 രാജാക്കന്മാർ നമ്മോട് പറയുന്നു, ജ്ഞാനമുണ്ടായിരുന്ന ഒരു രാജാവ് ഒടുവിൽ തൻ്റെ ഹൃദയത്തെ വഴിതെറ്റാൻ അനുവദിച്ചു എന്നതാണ്. സങ്കീർത്തനം 119 നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഉറപ്പിച്ചു നിർത്താമെന്ന് കാണിച്ചു തരുന്നു. ദൈവവചനത്തോടുള്ള നിരന്തരമായ സ്നേഹത്തിലൂടെയും ധ്യാനത്തിലൂടെയും അനുസരണത്തിലൂടെയും. ശലോമോൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നന്നായി ആരംഭിക്കുന്നത് മാത്രം പോരാ, നന്നായി അവസാനിപ്പിക്കണം. 119 നമ്മെ പഠിപ്പിക്കുന്ന വഴി വചനത്തിൽ നിലനിൽക്കുക, വചനത്തെ സ്നേഹിക്കുക, വചനം ധ്യാനിക്കുക, വചനം അനുസരിക്കുക, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, ഓരോ ചുവടിനെയും വചനം നിയന്ത്രിക്കാൻ അനുവദിക്കുക. ബൈബിൾ നാം ദിവസവും വായിക്കുന്ന ഒരു പുസ്തകം മാത്രം ആയിരിക്കരുത്. നാം ഓരോ ദിവസവും എങ്ങനെ ജീവിക്കണമെന്ന് നിയന്ത്രിക്കുന്ന ശബ്ദമായി ദൈവവചനം മാറണം. ഒരുപക്ഷെ സങ്കീർത്തനം 119 ഇന്ന് നമുക്ക് ഹൃദയത്തിൽ കരുതിക്കൊണ്ടു പോകാവുന്ന ഏറ്റവും ലളിതമായ പ്രാർത്ഥന ഇതായിരിക്കാം: നിൻ്റെ വചനത്തിൽ എൻ്റെ കാലടികളെ ഉറപ്പിക്കണമേ. കർത്താവെ, ശലോമോൻ്റെ ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അവസാനം വരെ അങ്ങയുടെ വചനത്തോട് വിശ്വസ്തമായി നിലനിൽക്കുന്ന ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്നായിരിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.